പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, സന്തോഷമായിട്ടിരിക്കണം. കൃപാസനം തുറന്നതിൻ്റെ എല്ലാ അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളും അമ്മ കാണിക്കുന്ന ദിവസങ്ങളാണ്. ഇന്നലെ 15 സാക്ഷ്യങ്ങളാണ് ഉണ്ടായത്. കടുത്ത പനി വന്ന് ന്യൂമോണിയ പോലുള്ള വന്ന് നടക്കാൻ പറ്റാത്ത കുഞ്ഞിനെ അമൃതയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ലോക്ക്ഡൗണായ കൃപാസനത്തിൻ്റെ പുറത്ത് നിന്ന് അമ്മയുടെ മുമ്പിൽ നിർത്തിയപ്പോൾ തന്നെ കുഞ്ഞ് നടന്നു തുടങ്ങി. ഇത്രയും വലിയ സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. 17 കൊല്ലം മക്കളില്ലാതിരുന്നു. അവരുടമ്പടി ചെയ്തപ്പോൾ അവർക്ക് കുഞ്ഞിനെ കിട്ടി. അതൊക്കെ ഇന്നലത്തെ സാക്ഷ്യത്തിൽപ്പെടുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയുമാണ് സാക്ഷ്യം. തിങ്കളാഴ്ച രാവിലെ ഒരു പ്രാർത്ഥനയുണ്ട്, ഫസ്റ്റ് ആൻഡ് ഫെസ്റ്റ് ഉണ്ട്. 2 മണി തൊട്ട് സാക്ഷ്യം തുടങ്ങും. അപ്പോൾ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ വന്ന് റിപ്പോർട്ട് ചെയ്യണം. 10-11 മണിയാകുമ്പോൾ ഓഫീസിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ആ സാക്ഷ്യം നോക്കും, സാക്ഷ്യം ഇൻസ്പെക്ട് ചെയ്യും, സ്കാൻ ചെയ്യും. അതിനകത്ത് ഉടമ്പടി കണ്ടൻ്റ് ഉണ്ടോ, പ്രത്യക്ഷഗണത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കും. അത് നോട്ട് ചെയ്യും. നിങ്ങളത് ബോധ്യപ്പെടുത്തും. ആ കൃപയിൽ കാര്യം എല്ലാം പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണം. ഈ പ്രത്യക്ഷപ്പെടലിലൂടെ ദൈവം മഹത്വപ്പെടണം. അങ്ങനെ ദൈവം മഹത്വപ്പെടുത്താൻ വേണ്ടി, ദൈവം മഹത്വപ്പെടാൻ, പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ വേണ്ടി നിങ്ങളെ ദൈവം ഒത്തിരിയേറെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് കൃപാസനം അടഞ്ഞു കിടന്നാലും അനുഗ്രഹങ്ങളുടെ വാതിൽ അടയാതെ കിടക്കുന്നത്. ഇതൊരു മഹാസംഭവമാണ്. ഗൂഗിൾ മീറ്റിലൂടെ ലഭിച്ച സൗഖ്യങ്ങൾ എന്തുമാത്രമാണ്, ഓൺലൈൻ ഉടമ്പടിയിലൂടെ ലഭിച്ച സൗഖ്യങ്ങൾ എന്തുമാത്രമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ലോകത്തിന് ലോക്ക് ചെയ്യാൻ പറ്റാത്ത അനുഗ്രഹത്തിൻ്റെ കവാടമാണ് കൃപാസനം. ഒരു കൊറോണയ്ക്കും ലോകം മുഴുവൻ ലോക്കാകുമ്പോഴും അനുഗ്രഹത്തിൻ്റെ വാതിൽ, ഞാൻ അടച്ച വാതിൽ തുറക്കാൻ ആർക്കും പറ്റത്തില്ല, ഞാൻ തുറന്ന വാതിൽ അടക്കാനും പറ്റത്തില്ല. കൃപാസനത്തിൽ അമ്മയിലൂടെ, പരിശുദ്ധ മറിയത്തിലൂടെ ദൈവം അനുഗ്രഹത്തിൻ്റെ, സന്ധിപ്പിൻ്റെ, സമാധാനത്തിൻ്റെ, സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അതടക്കാൻ ഒരു കൊറോണയ്ക്കും പറ്റത്തില്ല. കൈയിടിച്ച് കിടന്നാണ് സുധരില്ല. ദൈവ തിരുസന്നിധി നമ്മൾ വ്യാപരിക്കുമ്പോൾ നോട്ട് ദ പോയിൻറ്റ്, കുറച്ച് പോയിൻറ്റുകൾ നോട്ട് ചെയ്യണം നമ്മൾ. അല്ലെങ്കിൽ നമുക്ക് വളരാൻ പറ്റത്തില്ല, അവസരങ്ങളെ പ്രയോജനപ്പെടുത്താൻ പറ്റത്തില്ല. അനുഗ്രഹത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ അവസരങ്ങളാണ്. അനുഗ്രഹത്തിൻ്റെ അവസരങ്ങൾ പലപ്പോഴും സന്ദർശനത്തിൻ്റെ സമയം പോലെയാണ്. സന്ദർശനത്തിൻ്റെ സമയം അത് അനുഗ്രഹത്തിൻ്റെ അവസരങ്ങളാകാം, അനുതാപത്തിൻ്റെ അവസരങ്ങളാകാം. എൻ്റെ സന്ദർശനത്തിൻ്റെ സമയം നീ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണ്? യു വിൽ ബി റിജക്റ്റഡ്. പ്രവാചകന്മാരെ കൊല്ലുകയും നിന്നെ കയക്കുന്നവരെ കർത്താവിൻ്റെ ശക്തമായ വചനങ്ങളിലൊന്നാണത്. അതായത് ജെറുസലേം പ്രവാചകന്മാരെ കൊല്ലുകയും നിന്നെ കയക്കുന്നവരെ കല്ലെറിയുകയും ചെയ്ത ജെറുസലേമിന് പരിത്യക്തതയുണ്ടാകും, ശൂന്യതയും ഉണ്ടാകും. പാപത്തിൻ്റെ ഒരു കാലം എന്താണ്? അതിൻ്റെ റിസൾട്ട് എന്താണ്? പാപത്തിൻ്റെ കാലത്തിൻ്റെ റിസൾട്ട് എന്താണ്? അതിൻ്റെ ഫലം എന്താണ്? ഓരോ പാപത്തിനും ഫലമുണ്ടാവാതിരിക്കത്തില്ല. ഇതാ നിൻ്റെ ഭവനം പരിത്യക്തവും ശൂന്യവുമായിരിക്കുന്നു. കാരണം എന്താണ്? എൻ്റെ സന്ദർശനത്തിൻ്റെ സമയം നീ അറിഞ്ഞില്ല. നോൻപ് കാലം സന്ദർശനത്തിൻ്റെ സമയമാണ്. നോൻപ് കാലം മാത്രമല്ല, ദൈവം നമുക്ക് നൽകുന്ന ഓരോ അവസരവും, ഓരോ അനുഭവവും ഓരോ അവസരമാണ്. ഒരിക്കൽ കൂടി പറയാം, ഒന്നേറ്റ് പറഞ്ഞേ. ഓരോ അനുഭവവും ഓരോ അവസരമാണ്. ഓരോ അവസരവും അനുഗ്രഹത്തിന്റെ അവസരമാണ്, അനുതാപത്തിന്റെ അവസരമാണ്. ഇതാണ് ബൈബിൾ നമ്മളോട് പറയുന്നത്. ഓരോ അനുഭവവും ഓരോ
അവസരമാണ്. ഓരോ അവസരവും അനുതാപത്തിൻ്റെ അവസരമാണ്, അതേസമയം തന്നെ അനുഗ്രഹത്തിൻ്റെയും അവസരമാണ്. ഞാനിത് എവിടുന്ന് ഇത് പഠിച്ചെന്നറിയാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ യെശയ്യാ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ചയാണ്. യെശയ്യാ വായിച്ചപ്പോൾ യെശയ്യായിൽ ഹെസക്കിയ രാജാവുണ്ട്. യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ ഹെസക്കിയ രാജാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഹെസക്കിയ രാജാവിന് ക്യാൻസർ വന്ന്, ക്യാൻസർ രോഗം, നമ്മളോർക്കും ഇന്ന് മാത്രമേ ക്യാൻസർ ഉള്ളെന്ന്. ക്യാൻസർ അന്നുകൊണ്ട് പൊറുക്കാത്ത വ്രണം ക്യാൻസറാണ്. പൊറുക്കാത്ത വ്രണം ക്യാൻസറാണ്. കാര്യം അതിൻ്റെ കോശങ്ങൾ അഴുകി പോകുന്നു, പുതിയ കോശങ്ങൾ വരുന്നില്ല. അപ്പോൾ പൊറുക്കാത്ത വ്രണം ഈ മനുഷ്യനെ ഉണ്ടായി. എല്ലാവരും പറയും ക്യാൻസറൊക്കെ ഈ കാലങ്ങളിലുണ്ടായത് രോഗമാണ്, നമ്മുടെ ജീവിതക്രമത്തിൻ്റെ പ്രശ്നങ്ങളാണെന്ന്. ഇല്ലേ, എല്ലാ രോഗങ്ങളും പണ്ടേ ഉണ്ട്, പക്ഷേ നമ്മൾക്കത് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. ഇപ്പോഴാണ് നമുക്കത് മനസ്സിലായത് യെശയ്യായ്ക്ക് വന്ന രോഗം ക്യാൻസറാണെന്ന്. കാര്യം അത് പൊറുക്കാത്ത വ്രണമാണ്. അപ്പോൾ ഈ വ്രണം വന്നതോടുകൂടി പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നില്ല, ഉള്ള കോശങ്ങളൊക്കെ അഴുകിപ്പോവുകയും ചെയ്യുന്ന കണ്ടപ്പോൾ യെശയ്യായുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു. എൻ്റെ ദൈവവേദലേ, ദിവസങ്ങൾ എണ്ണിയാൽ രോഗത്തിന് നിൻ്റെ ദിവസങ്ങളെ എണ്ണാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു തകർച്ചയ്ക്കോ കടത്തിനോ നിൻ്റെ ദിവസങ്ങളെ എണ്ണാൻ പറ്റത്തില്ല. കാരണം നിനക്ക് ദിവസങ്ങൾ തന്നത് നിൻ്റെ ആയുസ്സിൻ്റെ അതിനാഥനാണ്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നത് അതിൻ്റെ പേര് തന്നെ സുവിശേഷമെന്നാണ്. അത് ക്യാൻസർ രോഗിക്കും സുവിശേഷം തന്നെയാണ്, നല്ല വിശേഷമാണ്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ വിശേഷങ്ങളും മോശം വിശേഷങ്ങളാണ്, പക്ഷേ അവൻ്റെ രോഗമൊരു സുവിശേഷമാണ്. എന്താണ്? അവൻ എങ്ങോട്ട് തിരിഞ്ഞാലും ദൈവത്തെ കിട്ടും. നീ രോഗിയാണെങ്കിൽ നീ എങ്ങോട്ട് തിരിഞ്ഞാലും നിൻ്റെ ദൈവത്തെ കാണാൻ പറ്റും. ഒന്ന് പറഞ്ഞേ, ഞാൻ രോഗിയാണെങ്കിൽ ഞാൻ ജീവിത പ്രശ്നങ്ങളാല് പരുക്കുകള് ഏൽക്കുന്നവനാണെങ്കിൽ എന്റെ അവസ്ഥ ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും ഏത് വശത്തേക്ക് തിരിഞ്ഞാലും എനിക്ക് ദൈവത്തിന്റെ അനുഭവം കിട്ടുന്ന രീതിയിലെ എന്റെ പ്രശ്നങ്ങളെ എന്നെ എന്റെ ദൈവത്തിലേക്ക് ഉയർത്തുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഹെസക്കിയ ഈ കൊടിയ നൊമ്പരത്തോടുകൂടി തിരിഞ്ഞത് എങ്ങോട്ടാ തിരിഞ്ഞത്? ദാനിയേൽ പണ്ട് ദേവാലയത്തിന് മട്ടുപ്പാവിൽ പോയിരുന്നുകൊണ്ട് ജെറുസലേമിലേക്ക് തിരിഞ്ഞായിരുന്നു. കടുത്ത വേദന കൊണ്ട് അങ്ങനെയുള്ള ആധ്യാത്മിക ചിന്തകളൊന്നും ഹെസക്കിയായ്ക്ക് ഉണ്ടായില്ല. ഹെസക്കിയ തിരിഞ്ഞപ്പോൾ കണ്ടത് ഭിത്തിയാണ്. ഒരു ഭിത്തിയിലേക്ക് തിരിഞ്ഞാലും വേദനയുടെ കാലത്ത് നിന്റെ ദൈവം നിനക്ക് സംരംഭനാണ്. കൈയടിച്ച് കർത്താവേ, ആരാധന പരങ്ങളെ തുതിക്കട്ടെ. 38:2 ഹെസക്കിയ ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഇതാണ് അവസ്ഥ. നീ ഒരു സങ്കടക്കാരിയാണെങ്കിൽ, നിൻ്റെ ഹൃദയം തകർന്നിരിക്കണമെങ്കിൽ നീ എങ്ങോട്ട് തിരിഞ്ഞാലും നിൻ്റെ ദൈവം നിനക്ക് സംരംഭ്യമാണ്. കൈയടിച്ച് കർത്താവേ, കരങ്ങളടിച്ചുകൊണ്ട് കൈകളടിച്ചുകൊണ്ട് വാഴ്ത്തി പാടുകയാണ്. നിന്റെ സങ്കടങ്ങൾ എന്താണെങ്കിലും നിന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കും. ഇപ്പോൾ ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നവര്, നിയോഗങ്ങൾ ടൈപ്പ് ചെയ്യുന്നവരുടെ പ്രാർത്ഥനകളുടെ മേൽ ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം നിറയുകയാണ്. ശക്തമായി കരങ്ങളടിച്ചുകൊണ്ട് കർത്താവിനെ വാഴ്ത്തിപ്പാടുകയാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും, ഏത് ഭൂഖണ്ഡത്തിലായിരുന്നാലും കർത്താവ് നിങ്ങളെ ഉണ്ടായിരിക്കട്ടെ. ചിലപ്പോഴും നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. സത്യമല്ലേ? നമുക്ക് എന്തെങ്കിലും കടങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കല്യാണം വളരെ ഇഷ്ടപ്പെട്ട് നന്നായിരുന്ന കല്യാണം
ഒരു സുപ്രഭാതത്തിൽ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടായി അത് നടക്കാതെ വരുമ്പോൾ നമ്മൾ കുറേ പ്രാർത്ഥിച്ചതാ. അല്ലെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റ്, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നു, പക്ഷേ നമ്മളതിനു വേണ്ടി ഇങ്ങനെ നൊവേനകൾ, പ്രാർത്ഥനകൾ, ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് അവസാനം ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ജോലി കിട്ടിയുമില്ല. ആരെങ്കിലും പാർട്ടി ബേസിൽ അതിനടുത്ത് നമ്മുടെ അയൽവാസികൾക്ക് ജോലി കിട്ടുകയും ചെയ്യും. നമ്മൾ അവരുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്ന ആൾക്കാരുമായിരിക്കും ചിലപ്പോൾ. റാങ്ക് ലിസ്റ്റ് ഉണ്ടാകാം, ഒത്തിരി പുറകിലായിരിക്കാം. അപ്പം നമ്മൾ നിന്നിടം മറന്നു പോകും. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനുള്ള എല്ലാ കണ്ടീഷൻസും പോകും. ദൈവം എനിക്ക് തോന്നുന്നത് ആദ്യം ചെയ്യണത് നിൻ്റെ പ്രാർത്ഥിക്കാനുള്ള കണ്ടീഷൻസ് കളയുകയാണ് ചെയ്യണം. സാധാരണ നല്ലപ്പോൾ ഒരു പ്രാർത്ഥന നീ മര്യാദക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളിലൂടെ ചിലപ്പോൾ നമ്മൾ കടന്നു പോകും. രോഗം കാരണം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, വേദന കാരണം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തു ചെയ്യണം? പറഞ്ഞ് മനസ്സിലായോ? രോഗം കാരണം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, മാനസിക ഭാരം കാരണം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ബാങ്കുകളിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കാനൊക്കെ പറ്റും, പക്ഷേ നമ്മുടെ പ്രാർത്ഥന ഒക്കത്തില്ല. കാര്യം പ്രാർത്ഥനയും ടെൻഷനും ഒരുമിച്ച് വരും. പ്രാർത്ഥനയും പ്രാർത്ഥിക്കും, ടെൻഷനും ആകും. അപ്പോൾ നമുക്കറിയാം ഇതൊന്നും പ്രാർത്ഥന അല്ല എന്ന് നമുക്കറിയാം. എന്ന് വെച്ചാൽ വി ആർ നോട്ട് ഏബിൾ ടു പ്രേ, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. ഇങ്ങനെ സങ്കട സമയം, പ്രശ്ന സമയം, എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാതെ വന്നാൽ എന്ത് ചെയ്യണം? അതാണ് എസക്കിയ പറയണത്. എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഭൂതകാലങ്ങളെ നമ്മൾ ഓർക്കണം. മര്യാദയ്ക്ക് ജീവിച്ചൊരു കാലം ഉണ്ടാവില്ല നമുക്ക്, ഇല്ലേ? ഏതെങ്കിലും നമ്മൾ അത്ര മോശക്കാരല്ലോ. മര്യാദയ്ക്ക് ജീവിച്ച ഏതെങ്കിലും ഒരു കാലം നമുക്കുണ്ടാവുമല്ലോ, അല്ലേ? കുഞ്ഞുനാൾ മുതൽ നമ്മൾ ഇന്ന് വരെ ജീവിച്ചപ്പോൾ ഏതെങ്കിലും ഒരു കാലം കർത്താവിൻ്റെ മുമ്പിൽ മര്യാദയ്ക്ക് വ്യാപരിച്ചൊരു കാലമുണ്ടാകും. ദാറ്റ് ഈസ് അവർ ട്രഷർ. അതാണ് നമ്മുടെ നിരതദ്രവ്യം, ഈടുവെക്കാൻ പറ്റിയ സംഭവം. എസക്കിയ ആ ഒരു സംഭവം എടുക്കുകയാണ്. കാര്യം ഹി ഹാസ് ബീൻ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അവനൊരു നിസ്സാര മനുഷ്യനല്ലായിരുന്നു, അവന് പ്രാർത്ഥിക്കാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് മിനിമം ഹോളി സ്പിരിറ്റ് ഗ്യാരണ്ടീഡാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തു, എസക്കിയ ഇപ്പോഴും വേദനയും രോഗവും ഒക്കെ ആയത് കാരണം നിനക്ക് വേണ്ട വിധം പ്രാർത്ഥിക്കാൻ പറ്റണില്ല. പക്ഷേ ഡോണ്ട് മൈൻഡ്, അതുകൊണ്ട് നീ പ്രയാസപ്പെടേണ്ട, നിൻ്റെ കാര്യം നടക്കും. നടത്താൻ പറ്റിയ ഒരു പ്രാർത്ഥനയുടെ പൊരുൾ ഞാൻ പറഞ്ഞു തരാം. യു ജസ്റ്റ് റിമൈൻഡ് യുവർ പാസ്റ്റ്. നീ നിൻ്റെ പഴയ കാലം ഒന്ന് ഓർക്കണം. അതാണ് എസക്കിയ ചെയ്യണത്. എസക്കിയ വേദനയുടെ കാലത്ത് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, പ്രശ്നങ്ങളുടെ കാലത്ത് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, പക്ഷേ പ്രാർത്ഥിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റണില്ല. അതുകൊണ്ട് എസക്കിയ പറഞ്ഞു, എന്നാ പറഞ്ഞു? യെശയ്യാ 38:3 കർത്താവേ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുമ്പിൽ വ്യഭിചരിച്ചിരുന്നുവെന്ന് അങ്ങോർക്കണമേ. പഴയ കാലമാണ്. ഇപ്പോഴെനിക്ക് അത്ര വിശ്വസ്തത ഒന്നും കാണിക്കാൻ പറ്റണില്ല. ഇപ്പം എനിക്ക് വലിയ വേദന കാരണമേ, പ്രശ്നങ്ങൾ കാരണം എനിക്ക് പഴയ വിശ്വസ്തത ഒന്നും കാണിക്കാൻ പറ്റണില്ല. ഇപ്പം നമുക്കിടെ പ്രശ്നം അതാണല്ലോ. നമുക്ക് പഴയതുപോലെ കുമ്പസാരിക്കാനോ അതുപോലെ കുർബാന ഉൾക്കൊള്ളുവാനോ തീഷ്ണമായി പ്രാർത്ഥിച്ച് പെരുന്നാളിന് പോകാനോ ഒന്നും പറ്റണില്ല. അപ്പോഴെങ്ങനെ ആധ്യാത്മികത നമുക്കൊരു ചൈത്യത്തിലാണ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതമൊന്നും വരവിച്ചിരിക്കുകയാണ്. വാട്ട് വി ഷുഡ് ഡു? വി ഷുഡ് റിമെമ്പർ പാസ്റ്റ് ആൻഡ് ഇറ്റ്സ് ഫിഡലിറ്റി. നമ്മളെന്ത് ചെയ്യണം? പഴയ കാലങ്ങൾ ഓർക്കണം. എൻ്റെ ദൈവവേദന ഒരു ദിവസമെങ്കിലും നീ ഫിഡലിറ്റി ആയിട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വ്യാപരിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ ബ്ലെസ്ഡ്. നിങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും കഴിഞ്ഞ കാലത്ത് ഏതെങ്കിലും വയസ്സിൽ കർത്താവിനോട് വിശ്വസ്തത പാലിച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വാസത്തോട് വിശ്വസ്ത പാലിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യുവർ ഗ്യാരണ്ടി. അതാണ് നിൻ്റെ വിശ്വസ്തതയുടെ അടിസ്ഥാനം. ഒന്ന് പ്രാർത്ഥിക്കുക.
കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, യെശയ്യാ 38 3 പ്രാർത്ഥിക്കുന്നു. എന്റെ വിഷമസന്ധിയിലെ കാലങ്ങളിലെ പലപ്പോഴും എന്റെ വിശ്വാസം പതറിപ്പോവുകയും പ്രാർത്ഥന വിഫലമാവുകയും ചെയ്തിട്ടുണ്ട്. കർത്താവേ, വേദപുസ്തകം നൽകുന്ന വെളിപാടോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പഴയ കാലത്ത് അങ്ങയോട് കാണിച്ചിട്ടുള്ള വിശ്വസ്തതയെ ഇപ്പോഴേ അനുസ്മരിക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, പഴയ കാലങ്ങൾ ഓർക്കാൻ, വിശുദ്ധിയോടെ പ്രാർത്ഥിക്കാൻ ദൈവസ്നേഹമാണ്. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം കർത്താവേ. അനേക മക്കൾ കർത്താവേ, ജോലി ഇല്ലാത്ത മക്കൾ കർത്താവേ, ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കർത്താവേ. ഈശോയെ അവരെല്ലാം സ്പർശിക്കണം കർത്താവേ. പരീക്ഷ എഴുതിയിട്ടുള്ള മക്കൾ കർത്താവേ, ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കർത്താവേ. റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾ കർത്താവേ, അതിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കർത്താവേ. ജീവിത പങ്കാളിയെ അന്വേഷിക്കുന്നവര്, മക്കൾ ഇല്ലാത്തവർ കർത്താവേ, ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കർത്താവേ. ഇവിടെ ഭൂതകാലത്തിന്റെ വിശ്വസ്തതയെ അങ്ങനെ സ്മരിക്കണമേ കർത്താവേ. ഇവിടെ ഭൂതകാലത്തിന്റെ വിശ്വസ്തതയെ കർത്താവേ അങ്ങനെ സ്മരിക്കണം കർത്താവേ. യശയ്യായപ്പോൾ കർത്താവേ, അവിടെ കർത്താവേ സമയക്രമം കർത്താവേ പുറകോട്ട് നീട്ടിക്കണം കർത്താവേ. അവർക്ക് കർത്താവ് നഷ്ടപ്പെട്ടു പോയ സമയവും അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഉണ്ടല്ലോ ഒരു ആക്രി പെരുക്കണ കക്ഷിയാണ്. കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്, ഈശോ ഒരു ആക്രി പെരുക്കണ കക്ഷിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അച്ഛൻ എന്തെങ്കിലും നിഷിച്ച് സംസാരിക്കണം, അങ്ങനെയല്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്കും ആക്രി പ്രാർത്ഥനകൾ കാണും, പൊട്ടും പൊടിയും പൊളിഞ്ഞതും ഒക്കെ. ആരെങ്കിലും ആക്രി കച്ചവടക്കാർ വരുമ്പോൾ നമ്മൾ ഓർക്കും, എന്താ ഓർക്കും, മുറ്റത്തുള്ള സംഭവങ്ങളെല്ലാം പെറുക്കി കൊടുക്കും. കാര്യം അല്ലെങ്കിൽ നമ്മൾ തന്നെ ചോദിച്ചുകൊണ്ട് പോയി എവിടെയെങ്കിലും കളയണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് പ്ലാസ്റ്റിക് കുപ്പികൾ, പൊട്ടിയ കുപ്പികൾ, ചിലപ്പോൾ ഇരുമ്പ് കഷ്ണങ്ങൾ, ഇങ്ങനെ ആക്രി സാധനങ്ങളെല്ലാം കൊടുക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇതുപോലെ ആക്രി പ്രാർത്ഥനകളുണ്ട്. ആക്രി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ വേദനയും രോഗമൊക്കെ ഇരിക്കുമ്പോൾ ആരെങ്കിലും നമുക്കിട്ട് പാര വെക്കുകയാണെങ്കിൽ, സൂചി വെക്കണമെങ്കിലൊക്കെ ചെയ്യുമ്പോഴൊക്കെ അവനിട്ടും ഒരു പണി എപ്പോഴെങ്കിലും ഒതുങ്ങി എൻ്റെ കയ്യിൽ കിട്ടും എന്നൊക്കെ പറയല്ലേ. എപ്പോഴെങ്കിലും എന്നെ പാര വെച്ചവരോ സൂചി വെച്ചവരോ എപ്പോഴായാലും ഒതുങ്ങി എൻ്റെ കയ്യിൽ കിട്ടും, അന്ന് ഞാൻ അവർക്കിട്ട് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് പണിതിരിക്കും എന്ന് വെഞ്ചൻസ്, വൈരാഗ്യം ഉള്ളിൽ കൊണ്ടുപോകുമ്പോഴും നമ്മൾ സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചെല്ലും. എന്താണ്? ഞങ്ങളോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. അത് ആക്രി പ്രാർത്ഥനയാണ്. പൊട്ടിപ്പോയി ആ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഭവ്യത പൊട്ടി, പരിശുദ്ധി പൊട്ടിപ്പോയി, ഇല്ലേ? ആ ഘട്ടത്തിൽ നമ്മൾ ക്ഷമിച്ചിട്ടില്ലല്ലോ, നമ്മൾ ക്ഷമിച്ചിട്ടില്ല. സ്റ്റിൽ വി ആർ പ്രേയിങ്. എന്താണ്? ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ കർത്താവ് പറയും, നിങ്ങൾ ക്ഷമിച്ചിട്ടില്ലല്ലോ. ഈ പ്രാർത്ഥന ഡാമേജ് പ്രെയറാണ്. അത് പൊട്ടിപ്പോയ പ്രാർത്ഥനയാണ്, വക്ക് പൊട്ടിയ പ്രാർത്ഥന, അല്ലെങ്കിൽ വട്ടം പൊട്ടിപ്പോയ പ്രാർത്ഥന. അപ്പം ഇങ്ങനെ പോയ ഡാമേജ് പ്രാർത്ഥനകളെല്ലാം ആക്രി പ്രാർത്ഥനകളാണ്. അപ്പോൾ ആക്രി പ്രാർത്ഥനകളും കർത്താവ് എടുക്കും. അപ്പം നിങ്ങൾ കുർബാന സ്വീകരിക്കരുത്, പക്ഷേ യു ക്യാൻ പ്രേ. വാട്ട് ഈസ് യുവർ മൂഡ്? പക്ഷേ യു ക്യാൻ പ്രേ. ഇപ്പം നിങ്ങൾ ചില ആൾക്കാർ ഭയങ്കര ലൈംഗിക സമ്മർദ്ദം കൊണ്ടൊക്കെ ചിലപ്പോൾ സ്വയംഭോഗം ചെയ്തു പോകും. ഞാനതിനെ നീതീകരിക്കുകയല്ല. ചില 5% മനുഷ്യരെങ്കിലും അങ്ങനെ വികാരത്തിന് അടിപ്പെട്ടുകൊണ്ട് അവിശുദ്ധി കീപ്പ് ചെയ്യുന്ന അവസ്ഥ വരും. അപ്പം നിങ്ങൾക്ക് ഉടനെ ഭയങ്കര സങ്കടം വരും. എന്താണ്? അയ്യോ ദൈവമേ, ഞാനിങ്ങനെ കയ്യിൽ നിന്ന് അകപ്പെട്ടു പോയല്ലോ, ഇനി എനിക്ക് എന്നെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പിശാച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. പിശാച് നമ്മളോട് പറയും, നീ അശുദ്ധയുള്ള ആളാണ്, നീ എന്തിനാണ് ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ പ്രാർത്ഥിക്കാൻ പോണത്? അതുകൊണ്ട് ഉടനെ നീ എന്ത് ചെയ്യും? പള്ളിപ്പൊക്കെ മുടക്കും, കുർബാന മുടക്കും. അതിന് നിൻ്റെ കാരണങ്ങളുണ്ട്, നിനക്ക് കാരണങ്ങളുണ്ടാകാം. പക്ഷേ കർത്താവ് എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നീ ഏത് അവസ്ഥയിലാണ് ഇരിക്കണമെങ്കിലും നീ പ്രാർത്ഥന മുടക്കരുത്. നിൻ്റെ ഏത് ഡാമേജ് പ്രയറാണെങ്കിൽ ഐ വിൽ ടേക്ക് ഇറ്റ്. നീ വൈരാഗ്യം കൊണ്ട് പ്രാർത്ഥിക്കാം, ചിലപ്പോൾ നീ അവിശുദ്ധമായിട്ട് പ്രാർത്ഥിക്കാം,
ചിലപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിൽ സമ്മർദ്ദത്തിൽ ഒരു അബോർഷൻ സംഭവിച്ചു പോയി. ഉടനെ നീ നിൻ്റെ പ്രാർത്ഥനയെ അബോർട്ട് ചെയ്യരുത്. ഞാൻ അബോർഷനെ നീതീകരിക്കുകയല്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വിശ്വാസി വന്നാലും still there is hope in Jesus. കൈയടിച്ച് കിടത്താൻ സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളുടെ അവസ്ഥകൾ തൃക്കൻ പാർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.